കാന്തപുരം അബൂബക്കർ നടത്തുന്ന കേരള യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ പോലും ബഹുദൈവ വിശ്വാസികൾക്കെതിരായ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വെളിയിൽ വന്നിട്ടുണ്ട്. എന്തേ ഈ കാണുന്നവരൊന്നും ബഹുദൈവ വിശ്വാസികളല്ലേ? കുറച്ചു കാലമായിട്ട് ഈ സാറിന് ബഹുദൈവ വിശ്വാസികളോട് ഭയങ്കര സ്നേഹമാണ്. സ്നേഹിച്ച് സാർ എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞു തന്നെയാണ് ബാക്കി മതങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയത്. ഇസ്ലാമിനെ ഒതുക്കേണ്ട സമയമാണിത്. ഇസ്ലാമിനെ നമ്മളിങ്ങനെ ഒതുക്കിയിരിക്കും. വല്ലാത്തൊരു സ്നേഹമായി പോയി അല്ലേ? ഇങ്ങനെയൊക്കെ സ്നേഹിക്കാവോ? കണ്ടില്ലേ, എല്ലാ മതങ്ങളെയും ഒതുക്കി ഈ സാറ് ബഹുദൈവ വിശ്വാസികളെ മാത്രം സ്നേഹിക്കും. എല്ലാത്തിനെയും ഒതുക്കിയാൽ പിന്നെ എന്ത് സ്നേഹം? ഇങ്ങനത്തെ ഒരു സ്നേഹം ലോകത്ത് വേറെ ആർക്കും ഉണ്ടാവില്ല. ഷട്ടറിട്ട് ഞാൻ പോവാ. ഇദ്ദേഹം മാത്രമാണ് ഇങ്ങനത്തെ ഒരു സ്നേഹം ഇറക്കുമതി ചെയ്തത്. സമൂഹത്തിൽ ഏറ്റവും ഉന്നതരായ നുണയന്മാരെ വാർത്തെടുക്കാനായി അദ്ദേഹം സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ് കിങ് ലയർ യൂണിവേഴ്സിറ്റി. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയോ? എന്നിട്ട് അവിടുത്തെ പ്രൊഫസറായ ഇദ്ദേഹം സ്ഥാപിച്ച വ്യാജങ്ങൾ ഏറ്റവും പ്രശസ്തി ആർജിച്ചതാണ്. പ്രശസ്തി ആർജിച്ച നുണയോ? അതേ നുണ? അതെ, തീർച്ചയായിട്ടും. എന്നാ പിന്നെ സ്റ്റാർട്ട് ചെയ്തോ. പക്ഷെ അതിന്റെ അടുത്തതാണല്ലോ കുഴപ്പം. വാദിൽ ഷിർക്കവൽ മുഷ്രിക്കീൻ എന്ന് പറയുമ്പോൾ പ്രശ്നമാണ്. മുഷ്രിക്കുകളായിട്ടുള്ള കാഫറുകളെയൊക്കെ നശിപ്പിക്കണേ എന്നുള്ള അവരെ നിന്ദ്യരാക്കണേന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. നിന്ദിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഈ സാറ് മറ്റു മതങ്ങളെ പുകഴ്ത്തി പറയും. ഇന്നിപ്പോ പല മതങ്ങളുണ്ടെങ്കിലും പല പട്ടികളോട് ഉണ്ടെന്നുണ്ടെങ്കിലും എന്താ പറഞ്ഞേ? ഇന്നിപ്പോ പല മതങ്ങളുണ്ടെങ്കിലും പല പട്ടികളോട് ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം കൂടി ഇന്നിപ്പോ പല മതങ്ങളുണ്ടെങ്കിലും പല പട്ടികളോട് ഉണ്ടെന്നുണ്ടെങ്കിലും പട്ടീനോ? ഇതാണോ മറ്റു മതങ്ങളെ പുകഴ്ത്താൻ? മനസ്സിലായില്ലേ? ഈ സാറിന് മാത്രം അവകാശപ്പെട്ട പ്രത്യേകമായ ഒന്നാണ് നിന്ദിക്കല്. സാറിന് മാത്രം നിന്ദിക്കാം അല്ലേ? അത് മാത്രം തെറ്റല്ല അല്ലേ പ്രൊഫസർ സാർ? വാദിൽ ഷിർക്കവൽ മുഷ്രിക്കീൻ എന്ന് പറയുമ്പോൾ പ്രശ്നമാണ്. ആർക്ക് പ്രശ്നം? പട്ടി എന്ന് വിളിക്കുമ്പോൾ പ്രശ്നമില്ല, പട്ടി എന്ന് വിളിക്കുമ്പോൾ തെറ്റില്ല. അല്ല, ഇതിനകത്ത് സാറ് പറഞ്ഞ കള്ളം എവിടെ? അതിലേക്കാണ് വരുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ വാദം? മുശ്രിക്കുകളായിട്ടുള്ള കാഫറുകളെയൊക്കെ നശിപ്പിക്കണേ എന്നുള്ള അവരെ നിന്ദ്യരാക്കണേ എന്നാണ് പറയുന്നത്. എല്ലാ ബഹുദൈവ വിശ്വാസികളെയും നശിപ്പിക്കണമെന്നും നിന്ദിക്കണമെന്നും പറഞ്ഞത് തനി വ്യാജമാണ്. അപ്പോൾ എല്ലാ ബഹുദൈവ വിശ്വാസികളും ഇതിൽ ഉൾപ്പെടില്ല എന്നാണോ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ബഹുദൈവ വിശ്വാസികൾ രണ്ടു തരത്തിലാണ്. മതത്തിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും അവർ നിങ്ങളെ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്താക്കുകയും നിങ്ങളെ പുറത്താക്കുന്നതിൽ പരസ്പരം പിന്തുണയ്ക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവരോട് നിങ്ങൾ മൈത്രി കാണിക്കുന്നതാണ് അള്ളാഹു നിരോധിച്ചിട്ടുള്ളത്. മതത്തിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരും നിങ്ങളുടെ വീടുകളിൽ നിന്നും നിങ്ങളെ പുറത്താക്കാത്തവരുമായ ആളുകൾക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിനെ അള്ളാഹു വിലക്കുന്നില്ല. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവരെയാണ് 9ാമത്തെ വരിയിൽ പറയുന്നത്. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ യുദ്ധം ചെയ്യാത്തവരെ സംബന്ധിച്ചാണ് 8ാമത്തെ വരിയിൽ പറയുന്നത്. ശരിയല്ലേ? അതെ, ബഹുദൈവ വിശ്വാസികൾ നബിയുടെയും സത്യവിശ്വാസികളുടെയും അടുക്കൽ 2 പദവികളിലായിരുന്നു. 1ാമത്തെ വിഭാഗം അഹ്ലുൽ ഹർബ് അഥവാ യുദ്ധം പ്രഖ്യാപിച്ചവരായിരുന്നു. നബി അവരോടും അവർ നബിയോടും യുദ്ധം ചെയ്തിരുന്നു. 2ാമത്തെ വിഭാഗം അഹ്ലുൽ അഹദ് അഥവാ സമാധാന കരാറുള്ളവർ. നബി അവരോടും യുദ്ധം ചെയ്തിരുന്നില്ല, അവർ നബിയോടും യുദ്ധം ചെയ്തിരുന്നില്ല. അപ്പോൾ എല്ലാ ബഹുദൈവ വിശ്വാസികളെയും നിന്ദിക്കാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ നിന്ദിക്കാൻ പറഞ്ഞത് മുസ്ലിമായതിന്റെ പേരിൽ ആക്രമിക്കാൻ വന്ന ബഹുദൈവ വിശ്വാസികളെയാണോ? എന്താണ് നിന്ദിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന ചില ആളുകൾ മക്കയിൽ നിന്നും ഹിജറ പോവുകയും അപ്പോൾ അബൂ സുഫിയാൻ എന്ന ബഹുദൈവ വിശ്വാസി അവരെ പിന്തുടർന്ന് അവരെ പിടിക്കുകയും അവരിൽ ചിലരെ മക്കയിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുപോയി ശാരീരികമായ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധത്തിനുള്ള അനുമതി കിട്ടിയപ്പോൾ ഉപദ്രവിച്ചവരായ ബഹുദൈവ വിശ്വാസികളോട് യുദ്ധം ചെയ്യുകയും മുസ്ലിമുകൾ അവരുടെ പ്രതാപം കാണിക്കുകയും ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്ക് എല്ലാവരെയും ഉപദ്രവിക്കാൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് അവർ നിന്ദിരാവുകയും ചെയ്തു. അപ്പോൾ എല്ലാവരെയും ഉപദ്രവിക്കാൻ കിട്ടാത്തതുകൊണ്ട് അവർ നിന്ദരായി മാറി എന്നാണ്. മാത്രമല്ല, അവർ യുദ്ധരംഗത്ത് അതിവേഗം മുന്നേറുന്നവരാണ്. യുദ്ധസമയത്തുള്ള മുസ്ലിമീങ്ങളുടെ മുന്നേറ്റം കണ്ട് യുദ്ധം ചെയ്ത ബഹുദൈവ വിശ്വാസികൾ നിന്ദരായി മാറി. മുസ്ലിമായി എന്നതിന്റെ പേരിൽ എല്ലാവരെയും ഉപദ്രവിക്കാൻ കിട്ടിയില്ല എന്ന് മാത്രമല്ല, യുദ്ധത്തിൽ തോൽക്കുകയും ചെയ്തപ്പോൾ അവർ സ്വയം നിന്ദരായി. ഇത് വളരെ കൃത്യമാണ്. ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവന്റെ മതത്തിൽ കയറി സ്വയം പണി മേടിച്ചു എന്നർത്ഥം. ഇങ്ങനെയുള്ള അക്രമികളായ ബഹുദൈവ വിശ്വാസികളെ പ്രൊഫസർ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ശരിയല്ലേ പ്രൊഫസർ സാർ? നശിപ്പിക്കണമെന്ന് പറഞ്ഞത് തനി വ്യാജമാണെന്ന് പറഞ്ഞല്ലോ. അത് 2ാമത്തെ തലത്തിലുള്ള ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചാണോ? അതെ, തീർച്ചയായിട്ടും. നിങ്ങൾ അവരോട് നീതി കാണിക്കുകയും ചെയ്യുക,
അഥവാ അവരോടുള്ള ഇടപാടുകളിൽ നീതി പാലിക്കുക, അവരോട് അക്രമം കാണിക്കാതിരിക്കുക. മിസ്റ്റർ പ്രൊഫസർ, സാരമില്ല, ഇതിലും വലുത് എന്തോ വരാനിരുന്നതാ. ഇങ്ങനെ തീർന്നു എന്ന് കരുതിയാൽ മതി. രണ്ടാമത്തെ തലത്തിലുള്ള ബഹുദൈവ വിശ്വാസികൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിലും ആ പ്രൊഫസർ പറഞ്ഞത് വ്യാജമാണ് എന്നാണോ? മിസ്റ്റർ പ്രൊഫസർ, പേടിക്കണ്ട, ഇപ്പോൾ വരും, പിടിച്ചിരുന്നോ? അതെ, തീർച്ചയായിട്ടും. അവരെ ആദരിക്കുകയും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുക. എന്താ പറഞ്ഞത്? വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അവർക്ക് നന്മ ചെയ്യാനോ? പ്രൊഫസർ പറഞ്ഞത് അവർക്കെതിരെ പ്രാർത്ഥിക്കാനല്ലേ? ഇപ്പോഴാണ് സാറിന്റെ അസുഖം മനസ്സിലായത്. What man? What you talking about? അദ്ദേഹത്തിന് എന്താണ് അസുഖം? കുശുമ്പ്. മറ്റു മതസ്ഥർ ഒന്നിച്ച് ജീവിക്കുന്നത് കാണുമ്പോഴുള്ള കുശുമ്പ്. മുസ്ലിമീങ്ങളും ബഹുദൈവ വിശ്വാസികളും ഒന്നിച്ച് ജീവിക്കുന്നതിനെ പറ്റിയിട്ട് എന്താണ് ഇസ്ലാം പറയുന്നത്? മുസ്ലിമീങ്ങളും മുശ്രിക്കുകളും തമ്മിൽ നന്മയിൽ വർദ്ധിക്കുന്നത് അനുവദനീയമാണെന്ന് ഈ സൂക്തം തെളിയിക്കുന്നു. ഒന്നിച്ച് നന്മയിൽ ജീവിക്കുന്നവർക്കെതിരെ പ്രാർത്ഥിക്കുമോ? മിസ്റ്റർ പ്രൊഫസർ, സാരമില്ല. ഇനി നുണ പറയുമ്പോൾ കുറച്ചും കൂടി കൂട്ടി പറഞ്ഞാൽ മതി. അപ്പോൾ അവർക്കെതിരെ പ്രാർത്ഥിച്ചാൽ എന്തു സംഭവിക്കും? അതുകൊണ്ട് തന്നെ ആരെങ്കിലും അവരെ ഒരു മോശം വാക്കുകൊണ്ടോ അദൃശ്യമായ അധിക്ഷേപം കൊണ്ടോ ഉപദ്രവിക്കുകയാണെങ്കിൽ അവർ അള്ളാഹുവിന്റെ സംരക്ഷണത്തെ അഥവാ കരാറിനെ ലംഘിച്ചു. മുസ്ലിങ്ങളെ, ഈ ഇസ്ലാം നിങ്ങൾക്ക് വേണ്ടി ഇറക്കിയതാണോ അതോ ബഹുദൈവ വിശ്വാസികൾക്ക് വേണ്ടി ഇറക്കിയതാണോ? എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതെ, രണ്ടുപേരും നിർത്തിക്കേ. ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞ് ആ പ്രൊഫസറെ ഇറങ്ങിയറാക്കല്ലേ. അദ്ദേഹത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്ക്. അദ്ദേഹം കിടന്ന് ഉറങ്ങട്ടെ. സാരമില്ല, പോട്ടെ. അടുത്ത തവണ സാറിന് നുണ പറഞ്ഞ് ജയിക്കാലോ. എന്നാ പിന്നെ ഓഫ് ചെയ്തോ.